ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പറമ്പിൽ തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് മനോജേട്ടനെ വിളിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളോടുള്ള ചേട്ടനാണ്. പിന്നെ ഇവിടെ ഒരുപാട് കാലമായിട്ട്, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10-21 കൊല്ലമായി. 21 കൊല്ലമായിട്ടും ഈ മനോജേട്ടനെയാണ് ഞങ്ങളിവിടെ തെങ്ങ് കയറാൻ വിളിക്കാറിട്ടാ. അപ്പോൾ മൂപ്പരൊന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പര് വരുമ്പോൾ എന്ന് വെച്ചാൽ കാലത്ത് ഒരു 6-6:30 മണിയാകുമ്പോഴത്തേനും വരും. എന്നിട്ടൊരു 10 മണിയുടെ ഉള്ളിലൊക്കെ തെങ്ങ് കയറ്റേണ്ട അവസാനിക്കും. എന്താണെന്ന് വെച്ചാൽ വെയിലല്ലേ, അപ്പോൾ വെയിലാവുന്നത് മുന്നേ മൂപ്പര് തീർത്തിട്ട് പോകും. ഇക്കാക്ക് ലീവുള്ള സമയത്താണ് സാധാരണ മനോജേട്ടൻ വരാറുട്ടോ. പക്ഷേ മൂപ്പർക്ക് അന്നത്തെ ദിവസം ചൊവ്വാഴ്ച എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ വന്നതാണ്. അപ്പോൾ മോനുള്ള കാരണം കൊണ്ട് എന്താ തേങ്ങ പെറുക്കിയിടാനും ഒക്കെ ഒരു സഹായമായി. അപ്പോൾ അവൻ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒരു അർബാന മേടിച്ചു കൊടുത്തിട്ട് അതിൽ തേങ്ങ ഒക്കെ പെറുക്കിയിട്ട് ഒരു ഭാഗത്ത് കൊടുന്നിടാണ് കേട്ടോ. പക്ഷെ കുറച്ചധികം തെങ്ങുള്ള കാരണം കൊണ്ട് പണിയും കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ 3 പോത്തുകളുണ്ട് ഇവിടെയെന്ന്. അപ്പോൾ ആ പോത്തുകൾക്ക് വെള്ളം കൊടുക്കലും അതിൻ്റെ അവരെ പാടത്ത് കൊണ്ടു കെട്ടലും അങ്ങനെയൊക്കെ കുറേ ജോലിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തോളും. അതിൻ്റെ ഇടയിൽ തേങ്ങ പെറുക്കി കൊടുന്നിടലൊക്കെ അവനും ചെയ്തു. പിന്നെ എൻ്റെ പണികൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ ചായക്ക് കടിയും ഒക്കെ ഉണ്ടാക്കേണ്ടതല്ലേ. അപ്പോൾ അതിനുള്ള ജോലിക്ക് ഞാനും നിന്നും. മൈദപ്പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ദോശയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത് കേട്ടോ. വേഗം എളുപ്പത്തിൽ പണികൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ചായക്ക് കടി ഉണ്ടാക്കി കുട്ടികൾക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോൾ മോൻ തേങ്ങ ഒക്കെ പെറുക്കി കൊടുത്തിട്ട് അവിടെ പച്ച ഓല കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് തേങ്ങയുടെ മുകളിൽ കിട്ടിക്കാണ് കേട്ടോ. പക്ഷെ വെയിൽ കൊണ്ടാൽ നാശാവില്ലെന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് ഉണങ്ങിയ ഓലൊക്കെ എടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കിട്ടും. പച്ച ഓല മാറ്റി വെച്ചാൽ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചൂല് ഈന്താൻ എടുക്കാമല്ലോ, അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇനി അതിന് നിൽക്കണം. എന്തായാലും ഇതിൻ്റെ ഓല ആയാലും ചൂലുണ്ടാക്കലും അങ്ങനെയുള്ള പണികളൊക്കെ നോമ്പിൻ്റെ മുന്നേ തന്നെ അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നോമ്പാവാൻ ഇനി അധികം ദിവസമൊന്നുമില്ലല്ലോ. അതിൻ്റെ ഇടയിൽ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനും പിന്നെ നനച്ചൂളിയും അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അതൊക്കെ ചെയ്യണം. പണികളൊക്കെ ഒരുപാട് കിടക്കുകയാണ്. തേങ്ങയുള്ളപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആട്ടിക്കാനും സുഖമല്ലേ. ഇപ്പോൾ പിന്നെ വേനലായ കാരണം കൊണ്ട് വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും. വാർപ്പിൻ്റെ മുകളിലാണ്ട് കൊണ്ടിട്ടാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് വെളിച്ചെണ്ണ ആട്ടിക്കാനും എടുക്കണം. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ വിൽക്കാറാണ് കേട്ടോ. തേങ്ങ കുറച്ചധികം ഉള്ളതല്ലേ. അപ്പോൾ ആ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് ക്ഷീണം വന്നു. അപ്പോൾ മനോജേട്ടൻ കുറച്ച് ഇളനീരിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മുപ്പര് പിന്നെ എല്ലാ പ്രാവശ്യവും തെങ്ങ് കയറാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇളനീരിട്ട് തരാൻ പറഞ്ഞാൽ അത് ഇട്ട് തരും. അപ്പോൾ അത് വെട്ടിയിട്ട് ഇക്ക അവിടെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള തേങ്ങ തിന്നാൻ നല്ല ടേസ്റ്റാണല്ലോ. ഞാനത് കളയാറില്ല.